പിന്നെ കാണാൻ പറ്റുന്നില്ല. അനാഥ എവിടെ ഹരിയാനയിലൂടെയുള്ളതാ, പിന്നെ കാണാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ രൂപപ്പെടുത്തി നിന്നോണ്ടാ, മനസ്സുണ്ടാ. അള്ളാഹു പറയുന്നു സുമ്മർജിൽ ബസറ കറതൈൻ, നിന്റെ ദൃഷ്ടിയെ ആവർത്തിച്ചാവർത്തിച്ച് ഖൽബിലേക്ക് മടക്കണം. മടക്കുമ്പോ യൻഖലിബ് ഇലൈക്കൽ ബസർ, ആ ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങി വരും. ഖാസിആ, പൂർണ്ണ വിധേയനായിട്ട്. എങ്ങനെയാണ് അതിന്റെ വിധേയത്വം? ഇല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചോദ്യം ചെയ്യാൻ ഞാനില്ല, അതിൽ പോരായ്മയില്ല, അതിൽ വീഴ്ചയില്ല, അതിൽ പൊള്ളലില്ല, അതിൽ വിള്ളലില്ല. വഹുവ ഹസീർ, അതാ അത് അശക്തമായിട്ട് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ, വഹുവ ഹസീർ, അത് അശക്തനാണ്. നിന്റെ ദൃഷ്ടിയും നിന്റെ ഖൽബും കഴിവ് കുറഞ്ഞതാണ്. എന്നിട്ട് നീ പൂർണ്ണ വിധേയത്തോടെ മടങ്ങി വന്നിട്ട് സമ്മതിക്കുന്നു, ഇല്ല റബ്ബേ, നിന്റെ സൃഷ്ടിപ്പിനെ പറ്റി എനിക്കൊന്നും പരാതിപ്പെടാനില്ല. അല്ലാഹു തആല പറയുന്നു, എന്റെ സൃഷ്ടിപ്പായ, എന്റെ സൃഷ്ടിയായ ആകാശത്തെ പറ്റി, എന്റെ ഖുദ്റത്തിനെയും എന്റെ ഇൽമിനെയും നിങ്ങൾ പഠിക്കണം. ആ ആകാശത്തിന്റെ സംവിധാനം പോലെ ലോകത്ത് സംവിധാനിക്കാൻ ആർക്കും കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ കഴിവുള്ളവൻ ഞാനാണ്. തബാറക സൂറത്തിന്റെ 1-ാമത്തെ ആയത്തിന്റെ അവസാനം നമ്മൾ എന്തേ ഓതിയത്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എങ്ങനെയാണ് ആ ഖുദ്റത്ത്? അതാണ് അടുത്ത ആയത്തുകളിലൂടെ പറഞ്ഞു തരുന്നത്. ഒരു ഖുദ്റത്ത് പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നല്ല പ്രവർത്തനം നടത്തി നല്ല വിജയം കൊയ്യുന്നത് ആരാന്ന് പരിശോധിക്കാൻ മരണം, ജീവിതം അള്ളാഹു പടച്ചു വെച്ചു തന്നു. അത് സത്യത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ആ ബോധ്യത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും. ഇനി സൃഷ്ടിജാലങ്ങളെ പറ്റി മനസ്സിലാക്കണോ? എല്ലാവർക്കും ആയിക്കോട്ടെ, മുസ്ലിങ്ങൾക്ക് മാത്രമാകണ്ട. കാരണം ഈ മരണത്തെ പറ്റിയുള്ള വിശ്വാസത്തെ പറ്റി ബോധ്യമുള്ള അവർക്കല്ലേ, മൊത്തത്തിൽ എല്ലാവർക്കും ആയിക്കോട്ടെ. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ, 7 ആകാശങ്ങളെ തട്ടുകളാക്കി അവൻ പടച്ചു, സംവിധാനിച്ചു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. ആകാശങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കണം, നക്ഷത്രങ്ങളിലേക്കൊക്കെ നോക്കണം. അത് നമുക്ക് നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് അള്ളാഹു ഈ വിധം സംവിധാനിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്നും രാവിലെ ആകാശഭൂമികളിലേക്ക്, ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കിയിട്ട് എന്നും ഓതണം, 10-11 ആയത്ത് ഓതണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറുണ്ട്. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എണീറ്റ് തങ്ങള് ബ്രഷ് ചെയ്ത് ഉളു എടുക്കുമ്പോ ചിലപ്പോഴൊക്കെ കാണാം, ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ പ്രാപഞ്ചിക രഹസ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾ ഓതുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ ആകാശത്തിന്റെ സൃഷ്ടിപ്പ് സമ്മതിച്ചു, ഭൂമിയുടെ സൃഷ്ടിപ്പ് സമ്മതിച്ചുകൊണ്ട് പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, ഞങ്ങളുടെ നാഥ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, വെറുതെ സംവിധാനിച്ചതല്ല. നിന്റെ ഈ സംവിധാനത്തിന്റെ പിന്നിൽ അതീവ രഹസ്യങ്ങളുണ്ട്. അതൊക്കെ കൂടി മനസ്സിലാക്കാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് സുബ്ഹാനക, നിന്റെ പരിശുദ്ധി ഞാൻ പ്രഖ്യാപിക്കുന്നു. കാണാത്ത ഒരു ലോകമുണ്ടല്ലോ, ഫഖിനാ അദാബന്നാർ. കണ്ടത് തന്നെ ഇത്രയും വലിയ കഴിവുള്ളതാണെങ്കിൽ കാണാത്തൊരു ലോകമാണ് അദാബുന്നാർ, നരകശിക്ഷ. അതിൽ നിന്ന് നീ കാക്കണേ അല്ലാ എന്നർത്ഥം വരുന്ന പ്രാർത്ഥനകൾ അടങ്ങുന്ന 10 ആയത്തുകൾ ആൽ ഇംറാൻ സൂറത്തിന്റെ അവസാനമുള്ളത്. ഓതാൻ കഴിയുന്നവരൊക്കെ രാവിലെ ഓതണം. അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിൽപ്പെട്ടതാണ്. അതിൽ ആകാശത്തിന്റെ സംവിധാനത്തെ പറ്റി ഓർക്കുന്നുണ്ട്, ഭൂമിയുടെ രഹസ്യങ്ങളെ പറ്റി മനസ്സിലാക്കി തരുന്നുണ്ട്. ആകാശത്തെ ഈ വിധം അള്ളാഹു പടച്ചു വെച്ചതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. 3 വിഷയങ്ങളാണ് തബാറക സൂറത്തിൽ പറഞ്ഞത്. ആകാശത്തെ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ചൊങ്കും ചൊറുക്കുമാക്കി നിർത്തിയത്? ഭൂമിയിലുള്ള നമുക്ക് വല്ലതും പഠിക്കാനുണ്ടോ? ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്.
ഒന്നും രണ്ടും അല്ല. വലഖദ് സയ്യന്ന സമാഅ ദുനിയ വലഖദ് സയ്യന്ന സമാഅ ദുനിയ. സമാഉ ദുനിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നേർക്കുനേരുള്ള ആകാശം. സമാഉ ദുനിയ നമ്മളോട് തൊട്ടടുത്തുള്ള ആകാശം. അതിന്റെ അപ്പുറത്തേക്ക് ബാക്കി 6 ആകാശങ്ങളുണ്ട്. സമാഉ ദുനിയയെ നാം സൗന്ദര്യപ്പെടുത്തി ബിമസ്വാബിഹ, വിളക്കുകൾ കൊണ്ട്. നക്ഷത്രങ്ങളാണ് ഉദ്ദേശം. സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന കവാക്കിബു സയ്യാറ, സൗരയൂഥങ്ങളും അതിന്റെ സഞ്ചാര പദങ്ങളും, അതുപോലെ തന്നെ രാത്രി സമയത്ത് കുറെ നേരം കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളും, ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നു ബിമസ്വാബി, വിളക്കുകളെ കൊണ്ട് സൗന്ദര്യപ്പെടുത്തിയിട്ടുണ്ട്. ആകാശത്തെ മേൽഭാഗത്തെ നമ്മൾ സൗന്ദര്യപ്പെടുത്തി വിളക്കുകളെ കൊണ്ട്. ആ ആകാശത്തിന്റെ ഈ സംവിധാനത്തെ അള്ളാഹു ഇങ്ങനെ ഭംഗിയാക്കി വെച്ചത് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ പറ്റി ശരിക്കും ബോധ്യപ്പെടുത്തി തരാനാണ്. ഒന്ന്, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതിലൊന്ന് മഹാന്മാർ പറയുന്നു, അതിന്റെ വെളിച്ചത്തിന്റെ കണക്കനുസരിച്ച് ഭൂമിയിൽ വെളിച്ചം ഏറി വരും. മറ്റൊന്ന്, മേഘം രാത്രിയിൽ മേഘം തിങ്ങിക്കൂടിയാൽ ഇരുട്ട് വലുതാകുന്നു. ഇരുട്ടിന് കട്ടി കൂടുന്നുണ്ട്. അപ്പൊ പ്രകാശങ്ങൾ കുറയുകയാണ്. മേഘത്തിന്റെ കട്ടിക്കനുസരിച്ചാണ്. ഈ മേഘം എന്നത് ആകാശത്തിന്റെ പ്രകാശങ്ങൾക്കൊരു മറയാണ്. അത് തന്നെ 4 സീസണുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച് സൂര്യൻ നല്ല ചൂടുള്ള കൗക്കബിനോടാണ് നേരിട്ട് പോകുന്നതെങ്കിൽ ഭൂമിയിൽ ഉഷ്ണം കൂടി വരുന്നു. സൂര്യൻ നേരിടുന്നത് ചൂട് കുറഞ്ഞ ഏതെങ്കിലും ഗാലക്സിയോടാണെങ്കിൽ അതിനോട് ചേർന്നിട്ടാണ് സൂര്യന്റെ സഞ്ചാരമെങ്കിൽ ഭൂമിയിൽ തണുപ്പ് വരുന്നു. ഇങ്ങനെ 4 കാലാവസ്ഥകൾ ഭൂമിയിൽ രൂപപ്പെടുന്നതും ആകാശ ലോകത്തുള്ള മിസ്ബാഹുകൾ, വിളക്കുകളുടെ മാറ്റങ്ങളെ കൊണ്ടാണ്. നമുക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. അതെ, ഒരു തീയിനെ വേറൊന്നിലേക്ക് കൂട്ടിച്ചേർക്കും പോലെയാണ്. സൂര്യൻ അത് ചൂടുള്ളതാണ്. ഇപ്പുറത്തുള്ള ഒരു കൗക്കബുണ്ട്, ഒരു ഗാലക്സി, അതും ചൂടുള്ളതാണെങ്കിൽ 2 ചൂടും കൂടി കൂട്ടിമുട്ടുമ്പോ അതിന്റെ ചൂടിന്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നത് ഭൂമിയിലേക്കാണ്. അപ്പൊ ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾക്കനുസരിച്ച് സൂര്യത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ചൂട് കൂടി വരും. ഇവിടെ നമുക്ക് ചൂട് കൂടുതലുണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ സൗദി അറേബ്യയിൽ തണുപ്പാണ്. അവിടെ തണുപ്പുണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ ഇവിടെ ചൂടാണ്. അത് ഈ സഞ്ചാരത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വരുന്നതാണ്. അതെ, ആ സൂര്യൻ സഞ്ചരിക്കുന്നത് അപ്പുറത്തുള്ള കൗക്കബുകളോട്, നക്ഷത്രങ്ങളോട്, താരങ്ങളോട്, അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഭൂമിയിൽ മാറ്റം വരുന്നു. ഈ ഭംഗി അല്ലാഹു തആല മുകളിലേക്ക് വെച്ചത്, ഭൂമിയിൽ ഈ മാറ്റം വരുന്നത് അതിനനുസരിച്ച് കൃഷി, അതിനനുസരിച്ച് വായു, അതിനനുസരിച്ച് വെള്ളം, അതിനനുസരിച്ച് മണ്ണ്, അതിന് മാറ്റം വരാനാണ്. ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് ചില മഴ പെയ്യുമ്പോ പറഞ്ഞത് ഇക്കൊല്ലം ഒരു അടക്കി ഉണ്ടാകൂല. ചില സമയത്ത് മഴ പെയ്യുമ്പോ നമ്മളെ കർഷകന്മാര് പറയും, ഒരടക്കയും പ്രതീക്ഷിക്കണ്ട, ഒന്നും കിട്ടൂല. ഒരു മാമ്പഴവും പ്രതീക്ഷിക്കണ്ട, ഒന്നും കിട്ടൂല. ഒരു ചക്കയും പ്രതീക്ഷിക്കണ്ട, ഒന്നും കിട്ടൂല എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ആ മാറ്റങ്ങൾക്കനുസരിച്ച് വരുന്ന ഒന്നാണ്. ഇരിക്കട്ടെ, ഈ ആകാശത്തിന്റെ സൗന്ദര്യത്തിനനുസരിച്ചാണ് ഭൂമിയിലെ മാറ്റം എന്ന് പറയുമ്പോ ആകാശത്തെ പറ്റി നന്നായി പഠിക്കാനുണ്ട്. ഖുർആൻ പറയുന്നു, വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസ്വാബി. ആ വിളക്കുകൾ അവിടെ വെച്ചത് കപ്പിത്താന്മാർ ഇന്നും ദിശ നോക്കുന്നത് ആ നക്ഷത്രങ്ങൾക്കനുസരിച്ചാണ്. കപ്പൽ നമ്മൾ സഞ്ചരിച്ചാലേ, ഇന്ന് കപ്പൽ ഓടുന്നത് പഴയ കാലത്തെ പോലെ റഡാർ സംവിധാനത്തിലാണ്. കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറിയ അനുഭവം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ കയറിയാല് 1.5 മണിക്കൂർ കഴിഞ്ഞാല് നമ്മുടെ മൊബൈലിൽ റേഞ്ച് പോകും. പിന്നെ റേഞ്ച് ഉണ്ടാവില്ല. പിന്നെ അടുത്ത സെക്ഷനിലെത്തണം. പിന്നെ റഡാർ സംവിധാനത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോയി കപ്പിത്താനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇതിന്റെ സംവിധാനം ചോദിച്ചാൽ അതിനും ആ റഡാർ വർക്ക് ചെയ്ത് ദിശ അറിയിച്ചു തരുന്നതും നക്ഷത്രങ്ങൾ തന്നെയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വഅലാമാത്,
ആകാശങ്ങളിൽ ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. വബിന്നജ്മിഹും യഹ്തദൂൻ, നക്ഷത്രങ്ങൾ കൊണ്ട് അവർ ദിശ തിരിച്ചറിയുന്നു. നക്ഷത്രങ്ങൾ കൊണ്ട് അവർ ദിശ തിരിച്ചറിയുന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ റഡാർ സംവിധാനത്തിൽ കിട്ടുന്നത് ദീർഘദൂരത്തേക്ക് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, പോകേണ്ട രൂപത്തിലല്ല ഇപ്പോൾ കപ്പൽ പോകുന്നത്. ഇപ്പോൾ കപ്പൽ ഇത്ര നോട്ടിക്കൽ മൈൽ തെറ്റിയിട്ടാണ് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെന്റെ കാരണം വയ്ക്കുമ്പോ പറയുന്നത്, അവിടെ കണ്ടില്ലേ ഒരു ചുവന്ന പുള്ളി, അത് ആ ഭാഗത്തുകൂടെ ഒരു കപ്പൽ, ചരക്കപ്പൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് രണ്ടും കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇത്രയും പ്രവിശാലമായ കട ഇവിടുന്ന് തന്നെ എങ്ങനെ തിരിക്കേണ്ടിയുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോ. ചില സ്ഥലത്ത് കണ്ടില്ലേ നിങ്ങൾ, വയനാട് ചുരം കയറുമ്പോ നമ്മൾ വണ്ടി തിരിക്കുമ്പോ നേരത്തെ തന്നെ ഒരുങ്ങി തിരിക്കുന്ന കണ്ടില്ലേ? അവിടെ എത്തിയിട്ടാണ് തിരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂട്ടിമുട്ടും. അതിന് ഇവിടുന്ന് തന്നെ ഇങ്ങനെ ഒരുങ്ങി തിരിക്കണം, എന്നാലേ മറ്റാൾ കൊണ്ട് മുട്ടാതിരിക്കുള്ളൂ, ആർക്കും കൊണ്ട് ഒടിഞ്ഞു വരാൻ പറ്റുള്ളൂ. ഇതേ അർത്ഥത്തിൽ കടലിലൂടെ പോകുമ്പോ അപ്പുറത്തുനിന്ന് നമ്മൾ കാണുന്നതിന്റെ എത്രയോ അപ്പുറത്തുള്ള കപ്പൽ, ഈ കപ്പലുമായി ഉരസാതിരിക്കാൻ ഇതിങ്ങനെ തെറ്റിയിട്ടാ പോകുന്നത്, കുറെ ഭാഗം തെറ്റിയിട്ടാ പോകുന്നത്. അവിടെയും ആ റഡാർ സംവിധാനത്തിന്റെയും അപ്പുറത്തുള്ള പ്രകാശത്തിന്റെ കാരണം ആകാശലോകത്തുള്ള നക്ഷത്രങ്ങളാണ്. ഇപ്പോഴത്തെ കപ്പലൊന്നല്ല അത്ഭുതം, പഴയകാലത്തെ കപ്പലല്ലേ. അത് അങ്ങനെ തന്നെയാണ് ദിശ നോക്കി. അങ്ങനെയാണ് പഴയ കാലത്ത് നമ്മുടെ ഉപ്പമാരൊക്കെ പറയുന്നത്, കിബില നോക്കി നക്ഷത്രം നിങ്ങൾ കേട്ടില്ലേ? കിബില നോക്കി നക്ഷത്രം. നമുക്കെന്ത് കിബില നോക്കി നക്ഷത്രം? കിബില ഭാഗത്തേക്ക് നോക്കുമ്പോഴേ പ്രകാശം എല്ലാ സമയത്തും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു 2-3 നക്ഷത്രക്കൂട്ടങ്ങൾ. നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്ന നമ്മളെ കാഴ്ചയിൽ ഇത്രയെന്നാണ്, പക്ഷെ അത്രയൊന്നുമല്ല. ഒരു നക്ഷത്രം അതിന്റെ പ്രകാശങ്ങൾ മുഴുവനും കെട്ടുപോയിട്ട് ഭൂമിയിലേക്ക് വീഴുന്നൊരു സന്ദർഭം വരാനുണ്ട് ഖിയാമത്തിനോട് അടുത്ത്. അങ്ങനെ ഭൂമിയിലേക്ക് വീഴുമ്പോ 8 മീറ്റർ 9 മീറ്റർ താഴ്ചയിൽ ഇവിടെ ഗർത്തമുണ്ടാകുന്ന മഹാന്മാർ പറയുന്നത്. നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശരശ്മികളൊക്കെ അവസാനിച്ച ശേഷം ഉതിർന്ന് വീണാ അത് എല്ലായിടത്തേക്കും വീഴും. കാട്ടിലേക്ക് വീഴുന്നത് കൊണ്ടാണ് കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തുന്നത്. അന്നൊരു മൃഗം ഒന്നിനൊന്നും ചെയ്യൂല. വീട്ടിന്റെ മുന്നിലൊക്കെ 1-ാം നമ്പർ സിംഹം അങ്ങനെ വന്നു നിൽക്കും, പക്ഷെ മൂപ്പർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ആ സിംഹത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മനുഷ്യന്മാർ നടക്കുന്നുണ്ടാകും, ഒന്നും ചെയ്യൂല, പരിഭ്രാന്തിയിലാണ്. ഖിയാമത്തോട് തൊട്ടടുത്ത് നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. 10-12ഓളം ഒപ്പിച്ചിങ്ങനെ പറഞ്ഞു സൂറത്തു തക്വീറിലൂടെ. അതിലൊന്നാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ. അപ്പൊ അതെങ്ങനെ ഉതിർന്നു വീഴാന്ന് പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു, അതിന്റെ പ്രകാശമൊക്കെ അണഞ്ഞ് അതിങ്ങനെ കെട്ടുപോയി താഴോട്ട് വീഴാം. അങ്ങനെ വീഴുമ്പോൾ തന്നെ 8 മീറ്റർ അകലത്താഴ്ചയിൽ വലിയൊരു ഗർത്തം രൂപപ്പെടുകയാണ്. അപ്പൊ നമ്മളാ കെട്ടിത്തൂക്കുന്ന നക്ഷത്രം പോലെ അല്ല അതിന്റെ വലുപ്പം, അത് വല്ലാത്ത വലുപ്പമുള്ളതാണ്. അതുകൊണ്ട് അത് വീഴുമ്പോഴേക്ക് അങ്ങനെ സ്ഫോടനം സംഭവിക്കുന്നത്. എങ്ങനെ ഇത് വീഴുന്നത്? പ്രകാശങ്ങളും ശക്തിയൊക്കെ കെട്ട ശേഷമാണ്. അത് ഉണ്ടാകുമ്പോഴാണെങ്കിലോ പിന്നെ കഥ പറയും വേണ്ടി വരില്ല. അതാണ് ആ രൂപത്തിൽ അള്ളാഹു നക്ഷത്രങ്ങളെ സംവിധാനിച്ചത് നോക്കിയിട്ട് ദിശ മനസ്സിലാക്കിയിട്ട് കപ്പലോട്ടുന്ന കപ്പിത്താന്മാർ. അതും ആകാശലോകത്തെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിൽ നിന്നാണ് അള്ളാഹു തആല നമുക്ക് മറ്റൊരു സൗന്ദര്യം പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വിളക്കുകളാക്കി വെച്ചു സൗന്ദര്യത്തിന്. ഒരു ലക്ഷ്യം അതാണ്, ബിമസ്വാബി, വിളക്കുകളാക്കി വെച്ചു. ആ വിളക്കുകളുടെ പിന്നിലുള്ള ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ 4 മുഖങ്ങളെയും അത് ആശ്രയിക്കുന്നുണ്ട്, വർത്തിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തിലെ വസന്തകാലം, ഉഷ്ണകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ഈ 4 കാലങ്ങളെയും വേർതിരിച്ച് നമുക്ക് തരംതിരിച്ചു തരുന്നത് ആകാശലോകത്തുള്ള മിസ്ബാഹുകളാണ്, വിളക്കുകളാണ്. രണ്ടാമത്തെ ലക്ഷ്യം വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിയാൻ വേണ്ടിയുമാണ് ആ വിളക്കുകളെ നമ്മൾ സംവിധാനിച്ചു വെച്ചത്. പിശാചുക്കളെ എറിഞ്ഞിട്ടുണ്ടോ? എറിഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരാകുന്നതിന്റെ മുമ്പ് പിശാചുക്കളും ജിന്നുകളും ആകാശലോകത്തെ വർത്തമാനങ്ങൾ കട്ടുകേട്ട് വരാറുണ്ടായിരുന്നു. അന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പതിവ് പോലെ ശൈത്താൻ അവന്റെ കൂട്ടാളികളോട് പറഞ്ഞു, നിങ്ങൾ സാധാരണ പകർത്തിയെടുക്കുന്നത് പോലെ വാനലോകത്ത് പോയിട്ട് വിവരങ്ങൾ അറിഞ്ഞു വരൂ. അവരെല്ലാവരും കൂടി കുതിച്ചു. മുകളിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ടുള്ള പ്രവേശനം
തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. എന്തേ കാരണം? ഞങ്ങളെ ശരീരത്തിൽ ഇതാ ചെങ്കോല് വർഷിച്ചിട്ടുണ്ട്, കടുത്ത ഏറ് കിട്ടിയിട്ടുണ്ട്, ചിലരുടെ ചില ഭാഗങ്ങളൊക്കെ ഓട്ടയായിട്ടുണ്ടോ. ഇതാണ് നമ്മൾ മങ്കൂസ് മൗലിദിൽ ഓതാറുള്ളത്.